കുടമാറ്റത്തിന്റെ നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന്റെ തുടക്കമെന്ന വണ്ണം ഒരു സാമ്പിൾ കുടമാറ്റം നടത്തിക്കൊണ്ട് പാറമേക്കാവിന്റെ ഗജവീരന്മാർ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ്. തിരുവമ്പാടി മറുഭാഗത്ത് ഒരുങ്ങാൻ തുടങ്ങുന്നതേ ഉള്ളൂ. മേളത്തിന്റെ അകമ്പടിയോടുകൂടി ഗജവീരന്മാർ മുന്നിലേക്ക് നീങ്ങുന്നു. ആളുകൾ ഇപ്പോൾ തന്നെ ഈ കുടമാറ്റം, ചെറിയ കുടകൾ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ വലിയ ആവേശത്തോടെയാണ് കാണുന്നത്. മനോഹരമായ ചിത്രകലകളോട് കൂടിയ കുടകളാണ്. കുടയിൽ മനോഹരമായ ചിത്രങ്ങൾ, മുഖങ്ങൾ ആലേഖനം ചെയ്ത കുടകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് പാറമേക്കാവ് തങ്ങളുടെ ഒരു സാമ്പിൾ കുടമാറ്റത്തിന്റെ വർണ്ണ കാഴ്ചകളുടെ ഒരു ചെറിയ സാമ്പിൾ ഇപ്പോൾ പൂരപ്രേമികൾക്ക് മുന്നിലേക്ക് വയ്ക്കുന്ന. മധുവേട്ട, പിന്നാലെ കുടകളുണ്ട്. ഇതൊക്കെ സാമ്പിൾ കുടകൾ. നടപ്പാണ്ടി കൊട്ടി ഇറങ്ങി വരുന്നു എന്നതുപോലെ നടത്ത വഴിയിലൊക്കെ കുടകളും കൂടി മാറിക്കൊണ്ട് കടന്നു വരികയാണ്. ഈ ദൃശ്യങ്ങളെ അനശ്വരമാക്കാൻ വേണ്ടി സ്വന്തം ഗാഡ്ജറ്റുകളുമായി, മൊബൈൽ ഫോണുകളുമായി മറ്റൊരു ആൾക്കൂട്ടം അതിന് ചുറ്റും നിറയുന്നു. നടുക്കിലേക്ക് ആളുകളെ കയറ്റിവിട്ടു തുടങ്ങി. അതായത് ഇരുവിഭാഗത്തും ഈ നടുക്ക് നിന്നാലാണ് പൂരത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച. രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ നിമിഷം വെച്ച് തല വെട്ടിത്തിരിഞ്ഞു നോക്കിയാൽ തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും കുടമാറ്റത്തിന്റെ ഏറ്റവും വലിയ കാഴ്ചകൾ കാണാം. ഇപ്പോൾ ആ കയർ മാറ്റി പോലീസുകാർ നടുക്കുള്ള സ്പേസിലേക്ക് ആളുകളെ കയറ്റുകയാണ്. ഇനി തിരിച്ച് പാറമേക്കാവിന്റെ തിരുവമ്പാടിയുടെയും വിഭാഗങ്ങൾ അഭിമുഖമായി അണിനിരക്കുന്നതോടുകൂടി നടുക്ക് നിൽക്കുന്ന കാഴ്ചാനുഭവം വേറെയാണ്, ഒരു സൈഡിൽ നിന്നുള്ള കാഴ്ചാനുഭവം വേറെയാണ്. അങ്ങനെ പല വിധത്തിലാണ് പൂരത്തിന്റെ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ദിവിഷ, കുടയിലേക്ക് നോക്കൂ, അതിൽ കാണാം മയിൽ പീലിത്തുണ്ട്. അതിൽ കാണാം ഈ ഒരു മയിൽപീലിത്തുണ്ട് മാറ്റിവെച്ചാൽ, ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചാൽ ഒരുപാട് മയിൽപീലിത്തുണ്ടാവും എന്ന് പറഞ്ഞ് വീണ്ടും ഒരു കുടമാറ്റം. ആ ആകാശത്തിന് താഴെ ശുഭ്രവർണ്ണാങ്കിതമായ കുടകൾ ഒരിക്കൽ കൂടി വെളുത്ത കുടകളുമായി പാറമേക്കാവ് ജനങ്ങളെ കയ്യിലെടുക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. കാരണം മുമ്പ് ഉണ്ടാവാറില്ലാത്തതായിരുന്നു ഇത്. ഈ നടന്നു പോകുന്ന ഘട്ടത്തിൽ പുതിയ കുടകൾ ഉയർത്തിക്കൊണ്ട് പുതിയ ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്താനുള്ള മറ്റൊരു ശ്രമമാണ്. കാരണം ഈ ഓരോ നിമിഷവും, പൂരത്തിൻ്റെ ഓരോ നിമിഷവും അത് കാഴ്ചയുടേതാണ്. അത് കാഴ്ചക്കാർക്ക് മനസ്സ് നിറയ്ക്കുന്നതാണ്, കരൾ നിറയ്ക്കുന്നതാണ്, നവ്യാനുഭവമാണ്. അതിനെ സമ്പൂർണ്ണമാക്കാനുള്ള ശ്രമങ്ങൾ ഇതാ പാറമേക്കാവ് നടത്തുകയാണ്. ഭഗവതി തെക്കോട്ടിറങ്ങുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ പൂരപ്രേമികൾക്ക്, തട്ടകത്തുള്ളവർക്ക് മാത്രമല്ല, ഈ ലോകത്ത് എമ്പാടുമുള്ളവർക്ക് മറ്റൊരു കാഴ്ചാനുഭവമാക്കി മാറ്റുകയാണ് പാറമേക്കാവ്. അങ്ങനെ കുടമാറ്റത്തിന്റെ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരിലേക്കായി കുറച്ച് മിനിറ്റുകൾ നിങ്ങൾ സദയം ക്ഷമയോടെ കാത്തിരിക്കുക. ഇത് വെറും സാമ്പിൾ കുടമാറ്റം മാത്രമാണ്. പാറമേക്കാവ് ഇത്രയും മണിക്കൂറുകളായി ഇവിടെ കാത്തു നിൽക്കുന്ന പൂരപ്രേമികൾക്ക് ഒരു ചെറിയ ആശ്വാസം നൽകിക്കൊണ്ടാണ് തെക്കോട്ട് ഇറങ്ങുന്ന നേരത്തുകൂടി, ആനകൾ ചെറുചുവടുകൾ വെച്ച് സഞ്ചരിക്കുന്ന സമയത്തുകൂടി കുടകൾ മാറ്റിക്കൊണ്ട് പൂരപ്രേമികളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇനി തിരുവമ്പാടി, ഇതെല്ലാം കാഴ്ചവെച്ച പാറമേക്കാവാണ്. സ്വാഭാവികമായിട്ട് ഒരു എഡ്ജ്, അല്ലേ മധുവേട്ട, ഒരു എഡ്ജ് പാറമേക്കാവിന് കിട്ടിയിട്ടുണ്ട്. തിരുവമ്പാടിക്ക് ഇങ്ങനെ ഒരു ഇറക്കത്തിന്റെ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവർക്കത് നഷ്ടമാകുന്നതാണ്. പക്ഷേ അതിനുള്ള മറുമരുന്ന്, അതിനുള്ള അവരുടെ മറുപടി എങ്ങനെയാണെന്ന് നമ്മൾ ഇനിയുള്ള കുടമാറ്റം തുടങ്ങുമ്പോൾ കാണാം. ഒരുപക്ഷെ കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു വിഭാഗത്തിന്റെ കഴിയുമ്പോഴും ഇതാ ഞങ്ങളുടെ കയ്യിൽ അവശേഷിക്കുന്നു ഇനിയും മനോഹരമായ കുടകൾ, വർണ്ണ നിറത്തിലുള്ള കുടകൾ, പല രൂപങ്ങൾ നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തിരുവമ്പാടിയും ഒരിക്കൽ കൂടി പാറമേക്കാവ് മനോഹരമായ കുടകൾ. ഈ നിറങ്ങളെ പറ്റി പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പ്രേക്ഷകന്റെ മനസ്സ് നിറയ്ക്കുന്ന നിറങ്ങൾ, ഓരോരുത്തരും ഏറ്റെടുക്കുന്ന നിറങ്ങൾ, ആ നിറങ്ങളെ എത്രത്തോളം മനോഹരമായി നോക്കൂ. ആ ആനയുടെ നെറ്റിപ്പട്ടത്തോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന നിറങ്ങളുമായി പാറമേക്കാവ്. ഈ പാറമേക്കാവ് താഴേക്ക് തെക്കോട്ടിറക്കം തുടരുകയാണ്. കൂടുതൽ ആളുകളെ കയറ്റിവിടുകയാണിപ്പോൾ. കാരണം പാറമേക്കാവ് ഒരു ഘട്ടം കൂടി പിന്നിട്ടിരിക്കുന്നു. ഇനി നടുവിലേക്ക് ആളുകളെ കയറ്റി നിർത്താം. വടം മാറ്റുകയാണ് ആ പ്രദേശത്ത് നിന്ന്. അവിടേക്ക് ഇരമ്പിയാർത്ത് കടന്നെത്തുകയാണ് ജനക്കൂട്ടം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ രണ്ടു വശത്തും സൂര്യപ്രഭയേറ്റ് വെട്ടിത്തിളങ്ങുന്ന ആ സ്വർണ്ണ തലേക്കെട്ടുകൾക്ക് മീതെ കുടമാറ്റത്തിൻ്റെ അസുലഭ ശോഭ എന്ത് എന്ന് കാണുന്നത്, അത് നേരിട്ട് അനുഭവിക്കാനുള്ള ആ ഭാഗ്യം ചെയ്ത ഒരു ജനക്കൂട്ടം. പൂരം പിറന്ന പുരുഷൻ എന്ന് ഞാൻ പണ്ട് പറയാറുണ്ട്. ഈ തൃശ്ശൂർ പൂരവും ഒരു പൂരം നാളിലാണ് പിറന്നത്. ആറാട്ടുപുഴ പൂരത്തിൻ്റെ തുടർച്ചയായി, അതിൻ്റെ ബാക്കിയായി ആ പൂരം പിറന്ന പുരുഷാകാരം പൂണ്ട ദേവചൈതന്യമായി തൃശ്ശൂർ പൂരം അക്ഷരാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ വഴിവിളക്കായി മാറുന്ന അത്യസാധാരണമായ കാഴ്ച. ഓരോ വർഷവും പുതിയ അനുഷ്ഠാനങ്ങൾ വരുന്നു. ഈ ആചാരങ്ങൾ അടുത്ത ഘട്ടത്തെ പൂരത്തെ, അടുത്ത വർഷത്തെ പൂരത്തെ മറ്റൊരു പ്രതിഭാവിലാസമാക്കി മാറ്റുന്ന, ആനന്ദമയമാക്കി മാറ്റുന്ന മറ്റൊരു ഘട്ടത്തിലേക്ക് പൂരം കടക്കുന്നു. ആ പൂരം കടക്കുന്നതിൻ്റെ അസുലഭമായ കാഴ്ച ഈ
പൂഴിയിട്ടാൽ തീരാത്തത്ര ഒരു തരി മണ്ണ് പോലും താഴേക്ക് വീഴാൻ പോകുന്നില്ല. കാരണം അത്രയധികം ആൾക്കൂട്ടമാണ്. സാമ്പിൾ വെടിക്കെട്ട് പോലെ സാമ്പിൾ കുടമാറ്റം. നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ആ കൊമ്പ് വായിക്കുമ്പോൾ ആ കൊമ്പ് വിളിക്കൊപ്പം മാനത്തേക്ക് ഉയരുകയാണ് വെഞ്ചാമരങ്ങളും ആലവട്ടങ്ങളും. അതിൻ്റെ കാഴ്ച ഇതാ നമ്മുടെ മുന്നിൽ. എത്ര തവണ അവർ അതിന് എണീറ്റ് ഉയർന്ന് ആ മാനത്തേക്ക് വെഞ്ചാമരം വീശുന്നുണ്ടാവണം. എത്ര വട്ടം ആ മുകളിലേക്ക് ആലവട്ടം ഉയർത്തുന്നുണ്ടാവണം. പ്രകൃതി തന്നെ വെഞ്ചാമരം വീശുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ചെറിയ കാറ്റുമായി പ്രകൃതി തന്നെ വളരെ ചെറിയ കാറ്റുമായി ജനങ്ങളെ ആശ്വസിപ്പിക്കാനെത്തുന്നുണ്ട്. അതിന് അപ്പുറത്താണ് ഈ നടപ്പാണ്ടി പോലെ നടന്നിറങ്ങുന്ന പാറമേക്കാവ് ഭഗവതി കാഴ്ചക്കാരെ ത്രസിപ്പിക്കാനായി, തൻ്റെ തട്ടകത്തുള്ളവരെ മാത്രമല്ല മുഴുവൻ ആളുകളെയും ത്രസിപ്പിക്കാനായി ഇപ്പോൾ കുടകൾ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടിത് വലിയ മത്സരമായിരുന്നു. ഏതാണ്ട് 60കൾ വരെ വലിയ മത്സരമായിരുന്നു. ആനകളെ തലേന്ന് രാത്രി മാറ്റിക്കൊണ്ടുപോകുന്ന യുദ്ധസമാനമായ കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതാണ് 2 തട്ടകങ്ങളായി തിരിഞ്ഞ പൂരം സ്വയം നവീകരിച്ച് ഒരുമയുടെ ഐക്യാഹ്വാനമായി മാറുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ പാറമേക്കാവ് ത്രസിപ്പിക്കുകയാണ്. വൈകാതെ തിരുവമ്പാടി ഇറങ്ങി വരുന്നതേ ഉള്ളൂ. തിരുവമ്പാടി എന്ന് പറയുമ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ കഥകളിൽ, ഐതിഹ്യങ്ങളിൽ പ്രധാനം ശക്തൻ തമ്പുരാൻ ഈ പൂരത്തിന് ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ആ ഗോവർദ്ധനഗിരി ഉയർത്തിയ അമ്പാടിക്കണ്ണനെ കാണാൻ ഒന്ന് കടന്നു വരണം, അതിനൊരു അവസരം ഒരുക്കണമെന്ന് നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറയാറുള്ളത് പോലെ തന്നെ ഉമ മഹേശ്വരനോട് പറയുന്നു എന്ന സങ്കല്പത്തിലാണ് അപ്പോൾ തട്ടകത്തിലെ ദേവിമാർ തിരുവമ്പാടി കണ്ണൻ, തിരുവമ്പാടി ഭഗവതിക്കൊപ്പം ഇവിടേക്ക് കടന്നു വന്ന് അതിന് വഴിയൊരുക്കുന്നു. അതൊരു ദേവസംഗമമായി മാറുന്നു. ആ വിധത്തിൽ ഒറ്റയാനപ്പുറത്തായിരുന്നു അന്ന് ഉത്സവമെങ്കിൽ പിന്നീട് അത് ശക്തൻ തമ്പുരാൻ കഴിഞ്ഞ 230 കൊല്ലമായി ശക്തൻ തമ്പുരാൻ്റെ ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് തൃശ്ശൂർ പൂരം മറ്റൊരു മഹാ ഓർക്കസ്ട്രയായി മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഹൃദയമിടിപ്പായി തൃശ്ശൂർ ഏറ്റുവാങ്ങുന്നു, തേക്കിൻകാട് ഏറ്റുവാങ്ങുന്നു. അതിനപ്പുറത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്നവർ ഇത് പല പുതിയ ടെക്നോളജികളിലൂടെ സാങ്കേതിക വിദ്യ തൃശ്ശൂർ പൂരത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നു. അത് ഓരോരുത്തരും ഹൃത്തടത്തിലേക്ക് നൈവേദ്യമായി ഏറ്റുവാങ്ങുന്ന അസുലഭമായ കാഴ്ച അത് അവിസ്മരണീയമാക്കുകയാണ് ഈ സായന്തനം. അങ്ങനെ പൂരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. നടുക്ക് പുരുഷാരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ഭാഗത്ത് പാറമേക്കാവിനെ കാണാം. പാറമേക്കാവ് ഇനി അഭിമുഖമായി നിൽക്കും. തിരുവമ്പാടി വിഭാഗമാണ് ഗോപുരത്തോട് ചേർന്ന് നിൽക്കേണ്ടത്. അവരുടെ രംഗപ്രവേശം ഇനിയും നമ്മൾ കാത്തിരിക്കുന്നതേ ഉള്ളൂ. മനോഹരമായ ചുവന്ന കുടകൾ, അതിൽ സ്വർണ്ണ നിറത്തിൽ ഓം ആലേഖനം ചെയ്തുകൊണ്ടുള്ള കുടകൾ ഉയർത്തിയാണ് ഇപ്പോൾ പാറമേക്കാവ് തങ്ങളുടെ സാമ്പിൾ കുടമാറ്റ ചടങ്ങ് ഇവിടെ കൂടിയിരിക്കുന്ന പതിനായിരക്കണക്കിന് പൂരപ്രേമികളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് തിരുവമ്പാടിയുടെയും കാണാനുള്ള കാഴ്ചകൾ. സമയം 5:34 ഓരോന്നായി എണ്ണി നമ്മൾ കാത്തിരിക്കുന്നത്. കാരണം ഈ കുടമാറ്റം തുടങ്ങിയാൽ അതൊരു കൊടുമുടിയാണ്. നമ്മളിപ്പോൾ കൊച്ചു കൊടുമുടികളാണ്, കേരളത്തിലെ ഇതുപോലെ കൊച്ചു കൊടുമുടികളാണ് ഈ പൂരാവേശത്തിൻ്റെ കയറുന്നത്. പിന്നീട് അങ്ങോട്ടത് ഹിമാലയം കടന്ന് എവറസ്റ്റിലേക്ക് എത്താനുള്ള പോക്കാണ്. അത് കുടമാറ്റം തുടങ്ങുന്ന ആ നിമിഷങ്ങളിൽ, ആരവങ്ങളിൽ, ആവേശങ്ങളിൽ ഒക്കെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ആവേശമാണ്. അതിനുള്ള നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തീർച്ചയായും പറഞ്ഞ പോലെ ദേവസങ്കല്പങ്ങൾ അത് വടക്കുന്നാഥനിലേക്ക് എങ്ങനെ തിരുവമ്പാടിയിൽ നിന്ന് ഭഗവതി എത്തുന്നു, പാറമേക്കാവിൽ നിന്ന് ഭഗവതി എത്തുന്നു, കണിമംഗലത്ത് നിന്ന് ശാസ്താവ് എത്തുന്നു എന്നത് അങ്ങനെ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്ന ഒരു നാട് മുഴുവൻ തങ്ങളുടെ ഊരിലെ ദൈവസങ്കല്പത്തെ, ദേവിയോ ദേവനോ, ആ സങ്കല്പങ്ങൾക്ക് പിന്നാലെ ഒരു വലിയ ഘോഷയാത്രയായി വടക്കുന്നാഥൻ്റെ സന്നിധിയിലേക്ക് എത്തിച്ചേർന്ന്, വടക്കുന്നാഥ നിന്നെ ഇതാ ഞങ്ങൾ വണങ്ങുന്നു, ഈ ജനത ഇതാ നിന്നെ വണങ്ങുന്നു, ഈ ജനതയുടെ നന്മയ്ക്കൊന്നാകെ നമ്മളെല്ലാവരും ഒരൊറ്റ മനസ്സോടെ ആഘോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ലഹരിയിലേക്ക് ആറാടട്ടെ. അങ്ങനെ വടക്കുന്നാഥൻ്റെ അനുവാദവും ചോദിച്ച് എല്ലാ ദേവീദേവന്മാരും ചേർന്ന് ആഘോഷിക്കുന്ന ഒരു പൂരക്കാലമാണ് തൃശ്ശൂർ പൂരം. ആ ദേവരഥ സംഗമത്വം കൽപ്പാത്തിയിൽ എങ്ങനെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. അതിൻ്റെ മറ്റൊരു കാഴ്ച ഗജവീരന്മാരുടെ തിടമ്പിലേറി അല്ലെങ്കിൽ ശിരസിലേറി തിടമ്പിൽ ആ ദേവചൈതന്യങ്ങളുമായി വടക്കുന്നാഥനിലേക്ക് എത്തുന്നതാണ്. കുടമാറ്റവും ഇന്നൊരു ദേവരഥ സംഗമം പോലെ തന്നെ, അല്ലെങ്കിൽ ദേവഭാവങ്ങളുടെ സംഗമ ഭൂമിയായി കുടമാറ്റവും മാറുന്നു. നമ്മൾ നേരത്തെ ചെറിയ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, കാരണം അത് അത്ഭുതം നിങ്ങളെ കാത്തുവച്ചിരിക്കുന്നതാണ്. പക്ഷേ പല രൂപങ്ങളിൽ ദേവിയുടെ പല ഭാവങ്ങൾ, മാതൃഭാവങ്ങൾ അല്ലെങ്കിൽ രൗദ്രഭാവങ്ങൾ,
പരമേശ്വരൻ്റെ യോഗീഭാവങ്ങൾ, രൗദ്രഭാവം, അങ്ങനെ പല വിധത്തിൽ തിരുവമ്പാടി കണ്ണനുമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആറാടാനായി നിറഞ്ഞു നിൽക്കാനായി ഒരുങ്ങുകയാണ്. ആ കാഴ്ചകൾക്കുള്ള കാത്തിരിപ്പിലാണ് പാറമേക്കാവ്. ആ ഗജവീരന്മാർ ഇതാ പതുക്കെ പതുക്കെ ചുവടടികൾ വെച്ച് താഴേക്കിറങ്ങുന്നു. അതിനൊപ്പം മേളം കൃത്യമായി നടുക്കിലേക്ക് കയറിപ്പോകാൻ കഴിഞ്ഞ യുവാക്കൾ ഞങ്ങൾ ഭാഗ്യവാന്മാർ. ഞങ്ങൾക്കിതാ പൂരം ഇരുഭാഗങ്ങളിലേക്കും തെന്നി തെന്നി മാറി നോക്കി പാറമേക്കാവിൻ്റെയും തിരുവമ്പാടിയുടെയും കുടമാറ്റത്തിൻ്റെ ഏറ്റവും മനോഹരമായ ക്യാൻവാസ് ഞങ്ങളുടെ കണ്ണുകളിലാണ് പതിയുന്നത്. ആ ആവേശത്തോടെ അവർ കാത്തിരിക്കുകയാണ്. നടുക്കെത്തിയവർ ഈ പൂരത്തിലെ ഭാഗ്യവാന്മാരാണ്. മറ്റുള്ളവർക്ക് പക്ഷേ അത് വശങ്ങളിൽ നിന്നുള്ള കാഴ്ചകളാണ്. ഒരുപക്ഷെ സൂര്യപ്രഭ അതാ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇരുട്ടൊന്ന് വീണു തുടങ്ങിയാൽ കുടമാറ്റത്തിൻ്റെ കാഴ്ചകൾക്ക് കൂടുതൽ കൂടുതൽ സൗന്ദര്യമാകും. അതുകൊണ്ടാണ് കണ്ണുകൾ ഇതാ വീണ്ടും തെക്കേ ഗോപുര നടയിലേക്ക്. തിരുവമ്പാടി ഭഗവതി എപ്പോൾ ഇറങ്ങി വരും, തിരുവമ്പാടി ഭഗവതി എപ്പോൾ തെക്കേ ഗോപുര നടയിലൂടെ താഴേക്ക് ഇറങ്ങി വരും എന്ന് കാത്തിരിക്കുകയാണ്. ദിവിഷ് നേരത്തെ പറഞ്ഞതുപോലെ 8 അരക്കാവുകളിൽ നിന്നുള്ള ഭഗവതിമാർ, 2 ശാസ്താക്കന്മാർ. ബൃഹസ്പതി ഭാവത്തിൽ ദേവഗുരുവിന്റെ സങ്കല്പത്തിലാണ് ശാസ്താക്കന്മാരുടെ സ്ഥാനം. 8 അരക്കാവുകൾ ഭഗവതികൾ, മഹാക്ഷേത്രങ്ങളുടെ സങ്കല്പമില്ല. പക്ഷേ ആ അരക്കാവുകൾ അരജന്റെ കാവുകൾ തന്നെയാണ്. ആ വിധത്തിൽ രാജകീയമായ കാവുകളിൽ നിന്നുള്ള ഭദ്രകാളികൾ. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് രുദ്രാംഗി എന്ന സങ്കല്പത്തിലാണ് ഭഗവതിമാർ എന്നുള്ളതാണ്. മറ്റ് പലയിടത്തും അത് രുദ്രസുധ എന്ന സങ്കല്പത്തിലാണെങ്കിൽ രുദ്രാംഗിമാരാണ് ഇവിടെ ഭഗവതിമാരായി കടന്നു എത്തുന്നത്. ഈ തിടമ്പിൽ ഭഗവതിമാരുടെ സാന്നിധ്യമുണ്ട് എന്നത് മറ്റൊരു കൗതുകം. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്നൊരു കാര്യം, ഈ പൂരത്തെ ഏറ്റവും സവിശേഷമാക്കുന്നത് ഈ തട്ടകങ്ങളുടെ ഒരുമ തന്നെയാണ്. 250 കോടി രൂപയുടെ, എനിക്ക് വീണ്ടും അത് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കാരണം ശക്തൻ തമ്പുരാൻ എന്നൊരു ഭരണാധികാരി എത്രത്തോളം ക്രാന്തദർശിയായിരുന്നു. ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചരിത്രം നിർമ്മിക്കുകയായിരുന്നു ചെയ്തത്. കാരണം ഈ മാത്യുത്തരകൻ അടക്കമുള്ളവരെ വെച്ചുകൊണ്ട് മച്ചാട്ടിളയത് ഗണിച്ചു കൊടുത്ത കണക്ക് വെച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരം നിശ്ചയിച്ചെടുത്തത്. ഇപ്പോൾ 250 കോടി രൂപയുടെ വലിയൊരു ബിസിനസ്സിലേക്ക് തൃശ്ശൂരിനെ പരിവർത്തിപ്പിക്കാമെന്ന് 230 കൊല്ലം മുമ്പ് നിശ്ചയിക്കാനുള്ള ആ മഹാപ്രതിഭ ഏത് ഭരണാധികാരികളുടെയും എപ്പോഴും സ്വപ്നതുല്യമായ തങ്ങളുടെ പ്രവർത്തന പന്ഥാവിനെ കൂടുതൽ പ്രശോഭിപ്പിക്കേണ്ടതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മറ്റൊന്നാണ് ദിവിഷ. ഈ ഘട്ടത്തിൽ പൂന്താനം നമ്പൂതിരി ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ എണ്ണി കുറയുന്നു ജീവനും എണ്ണി കുറയുന്നിതായുസ് മണ്ടി കരേറുന്നു ജീവനും എന്നായിരിക്കില്ല പറയുക. ഈ എണ്ണി നിൽക്കുന്ന നിമിഷങ്ങളൊക്കെ ആയുസ് വർദ്ധിപ്പിക്കുന്നതായി മാറുകയാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും 5 ഭൂഖണ്ഡങ്ങളിൽ നിന്നുമുള്ള അതിഥികൾ ഇപ്പോൾ തേക്കിൻകാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. ലോക ടൂറിസത്തിന്റെ നെറ്റിത്തടത്തിലെ സിന്ദൂരപ്പൊട്ടായി തൃശ്ശൂർ പൂരം മാറുമ്പോൾ തൃശ്ശൂരുകാരുടെ പൂരം എന്ന പഴയ സങ്കല്പമൊക്കെ മാറിക്കഴിഞ്ഞു. 230 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു പ്രളയത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ നെടുപുഴപ്പാടത്ത് വെള്ളം പൊന്തിയപ്പോൾ കടന്നെത്താൻ പറ്റാതെ പോയ 10 ദേവചൈതന്യങ്ങൾക്ക് ശക്തൻ തമ്പുരാൻ, അന്നത്തെ രാജാവ്, ആശ്വാസം നൽകിയിരുന്ന കഥയാണ് പറഞ്ഞിരുന്നത് എങ്കിൽ അതിനൊക്കെ അപ്പുറത്ത് അന്ന് 33 കോടി ദേവഗണങ്ങൾ വന്നിരുന്നത് ആറാട്ടുപുഴ പൂരത്തിനായിരുന്നു. ആ ആറാട്ടുപുഴ പൂരത്തിന് 182 ആനകൾ നിരന്നു നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മദ്രാശിയിൽ തീപ്പെട്ട തമ്പുരാനെ വലം വച്ച് തിരിച്ചു വരാൻ ഇരട്ടച്ചിറ തീവരൻ്റെ അടുത്ത് പോയി പറയെടുപ്പ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അസാധ്യമായതിനാൽ സ്വരാജ് റൗണ്ടിലേക്ക് തിരിച്ചും വരും മുമ്പ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിലുള്ള പഴയ ആ രാമവർമ്മ മഹാരാജാവിൻ്റെ പ്രതിമയെ വലം വെച്ചുകൊണ്ട് പാറമേക്കാവ് ഭഗവതി തിരിച്ചു വരുമ്പോൾ അവിടെ വീണ്ടും സ്വരാജ് റൗണ്ടിൽ തെക്കേ ഗോപുര നടയെ അഭിമുഖീകരിച്ചുകൊണ്ട് പാറമേക്കാവ് ഭഗവതി അണിനിരക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ തിരുവമ്പാടി കടന്നു വരാനിരിക്കുന്നു. തിരുവമ്പാടി ഭഗവതിയുടെ ആ കടന്നുവരവ്, തിരുവമ്പാടി ഭഗവതി ആ തെക്കേ ഗോപുര നടയുടെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എപ്പോൾ, ഏത് നിമിഷം കാത്തിരിക്കുകയാണ്. ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ഓരോ പൂരപ്രണയികളും കാത്തിരിക്കുകയാണ്. ഓരോ ആനപ്രണയികളും ആനച്ചേല് ആനന്ദച്ചേലായി മാറുന്ന അസുലഭമായ ആ മുഹൂർത്തത്തിലേക്ക് ഇതാ തൃശ്ശൂർ ഒരു വട്ടം കൂടി കടന്നെത്തുകയാണ് ഈ സായന്തനത്തിലും.